ഹായ്. ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ടീമിനെ ഞാൻ ഒബ്സർവ് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയൊരു കാര്യം, പലപ്പോഴും അവരുടെ ഒരു മേജർ പോർഷൻ ഇരുട്ടിലായിരിക്കും. വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും വീഡിയോ പോലും ഓഫായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് ഒരു ടീം ബിൽഡായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയണമെന്നില്ല. ബട്ട് സ്റ്റിൽ വർക്കിലേക്ക് വരുന്ന സമയത്ത് അവർ ഓപ്പൺ അപ്പ് ആവാൻ, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പായിട്ട് മിങ്കിളാവുന്നതിന് അവരെ പരസ്പരം അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടീം ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഇരുട്ടിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു പ്രോഗ്രാം അത് വർക്ക് ഫ്രം ഹോം എല്ലാവരും പല കൺട്രീസിലൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനുകളിൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം, ഡയറക്റ്റ് പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് ചെയ്യാം. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ ഒരു ടീം ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളത്, പലപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ആ ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്.